ഷൺമുഖനും അത് തന്നെയല്ലേ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് സാവകാശം എല്ലാം അവൻ പറഞ്ഞോളാന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അല്ലല്ലോ. പഠിപ്പുള്ള പെണ്ണല്ലേ. ഈ പാകപ്പഴയൊക്കെ അവള് തഞ്ചത്തിൽ പറഞ്ഞ് നേരെയാക്കിക്കോളും. എന്നാലും കല്യാണത്തിന് മുമ്പേ പറഞ്ഞില്ലെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തില്ലേ നമ്മളെ? അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കെട്ട് നടക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കാം. ലില്ലിക്കുട്ടി, അയ്യേ, എന്നാ പറ്റി? നിങ്ങൾ എന്നതാ ഇവിടെ ഈ നേരത്ത്? അയ്യോ, എനിക്കൊന്നും കാണണം തോന്നി. ഉറങ്ങാൻ കിടന്ന ഈ മുഖം മാത്ര എന്റെ മുന്നില്. ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ അതാലോചിക്കാൻ പോലും വയ്യ. വൃത്തികെട്ടവൻ. എന്നതാ ലില്ലിക്കുട്ടി പറഞ്ഞേ? എത്ര നല്ലവൻ എന്ന് പറഞ്ഞതാ. अरे भाई, क्या हुआ आपको? മനസ്സിലായി. മനസ്സമ്മതം ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നം കണ്ടു തുടങ്ങിയല്ലേ കൊച്ചു കള്ളൻ. നല്ലതാടാ, പുതിയ പുതിയ സ്വപ്നങ്ങൾ നല്ലതാ. പുതിയ സ്വപ്നങ്ങളൊന്നും അല്ല ഷൺമുഖ, പഴയതാ, ഒരുപാട് പഴക്കമുള്ളതാ. എന്തോന്ന്? നീ പ്രണയിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും? മുംബൈയിലെ അധോലോക ജീവിതത്തിനിടയിൽ അത്തരം ചീപ്പ് ഏർപ്പാടുകൾക്കൊന്നും ടൈം കിട്ടില്ല. എടാ, പ്രണയിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. അല്ല, ഒരിക്കൽ മാത്രം പ്രണയിക്കണം. എന്നാലേ അതിന്റെ ഒരു സുഖം അറിയാൻ പറ്റൂ. ലില്ലിക്കുട്ടിയെ കുറിച്ചായിരിക്കും പറഞ്ഞു വരുന്നത്. അതേടാ, എത്ര മാച്ചു കളഞ്ഞാലും ലില്ലിക്കുട്ടിയുടെ മുഖം വീണ്ടും വീണ്ടും മനസ്സിലിങ്ങനെ തീട്ടി വരിക. ആ കുസൃതി, ആ വർത്തമാനം, ആ മുടിയും, ആ കവിളുകള്, ആ നടത്തം, നൃത്തം, ഒന്നും മറക്കാൻ പറ്റിയാൽ എനിക്ക്. പുലിക്കുന്നിൽ കുഞ്ഞന്നാമയിൽ നിന്ന് അടി ഉറപ്പായി. അങ്ങനെയാടാ ഷൺമുഖ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം. അതിനിയും ഏത് ലബനൻ സുന്ദരി വന്നു കയറിയാലും അത് മറക്കാൻ പറ്റുകയില്ല. കണ്ണടച്ച എനിക്ക് ലില്ലിക്കുട്ടിയെ കാണാം. അവളെപ്പോഴും അടുത്തുള്ളത് പോലെ തോന്നും. നിനക്കെന്താ ഭ്രാന്താണോ? ആ അതെ, ഭ്രാന്ത. തട്ടുംപുറത്ത് വക്കച്ചിന് ലില്ലിക്കുട്ടി എന്ന ഭ്രാന്ത. ആ ഭ്രാന്ത് മാറ്റാൻ ഒരു സാറാമിക്കും പറ്റുകയല്ലേ ഷൺമുഖ. മറക്കാനാവില്ല എനിക്ക് ലില്ലിക്കുട്ടിയെ. ആ ഓർമ്മകൾ എനിക്ക് ലഹരിയാ. എടാ, അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും എനിക്കിപ്പോഴും അവളെ ഭയങ്കര ഇഷ്ടമാ. എന്റെ പളനിമല മുരുക,
പണിയാവോ ഇത്? ഷഷ്ടിപൂർത്തി ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അത് ഇത്രയ്ക്ക് പൊടിപൂരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇനിയിപ്പോ കുഞ്ഞമ്മച്ചയ്ക്ക് ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല. അല്ല, അത്രയ്ക്ക് ഗംഭീരമായിരുന്നെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ സമ്മാനങ്ങളൊക്കെ വാരി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി വെക്കടാ. അതൊക്കെ ഒതുക്കി. ലില്ലിക്കുട്ടി എന്നതാ അമ്മച്ചയ്ക്ക് കൊണ്ടുവന്നേ? ആ ഞാനൊന്നും നോക്കിയില്ല. ലിസാമയും രഹസ്യമായിട്ട് എന്തോ സമ്മാനം തന്നു ഞാൻ അറിഞ്ഞു. അതെന്നതാ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒന്ന് എഴുന്നേറ്റ് പോടാ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. പുകഴ്ത്താൻ മാത്രം ഞാൻ മതി. ഒന്ന് എഴുന്നേറ്റ് പോടാ. വെറുതെ ആവശ്യമില്ലാതെ പറയാതെ പുകഴ്ത്തിയാ നീ വല്ലതും മാത്രം. ഒന്നും പറഞ്ഞില്ല. ഒന്ന് ചെല്ല്. വെറുതെ പുകഴ്ത്തിയാ മാത്രം മതിയായിരുന്നു. അമ്മച്ചി, ആ ഗിഫ്റ്റ് ഇല്ലേ, ആട്, അത് ഞാൻ അമ്മച്ചി ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മച്ചി. അതൊരു ആടാണെന്ന് ഞാൻ അറിഞ്ഞതല്ല. അത് പിന്നെ പുല്ല് തന്നെയാണ് അകത്ത് കയറിയിരുന്നത്. അത് ലില്ലിക്കുട്ടി അമ്മച്ചി എന്നെ ഏൽപ്പിച്ചേ. എന്നിട്ട് അത് അമ്മച്ചിയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അഹങ്കാരി, അവളത് ചെയ്യും. ഏത് വഴിക്കും എന്നെ കളിയാക്കാനും അപമാനിക്കാനും വേണ്ടി പിറന്ന സന്തതിയാണല്ലോ അവൾ. അമ്മച്ചി വിഷമിക്കണ്ട. ഇനി അവളുടെ ഒരു ശല്യവും അമ്മച്ചിക്ക് ഉണ്ടാവുകയല്ല. അവള് പോയി. പോവുകയോ? എങ്ങോട്ട്? അമ്മച്ചിയാണല്ലോ സുബ്രുവിനെ വയനാട്ടിലെ ഏതോ പട്ടിക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ലില്ലിയും ലീവ് എടുത്ത് വയനാട്ടിലേക്ക് പോയി. കൊച്ചുകളത്ര വീടിന് അപമാനമായിട്ട് ഇനി അവൾ ഈ നാട്ടിൽ കാണില്ല അമ്മച്ചി. അമ്മച്ചിയെ ശല്യപ്പെടുത്താനായിട്ട് കൂടെ കൂടെ ഇനി അവള് വന്ന് കേറൂല്ല. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്കാണ് ടെൻഷൻ. നീ എന്തിനാണ് ഇപ്പോഴും ആ ലില്ലിക്കുട്ടി കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നേ? അതൊരു നിർവൃതിയാഷൻ. ഈ മനസ്സിങ്ങനെ ചുട്ടു പഴുത്ത് കിടക്കുമ്പോഴേ വെറുതെ ലില്ലിക്കുട്ടി കുറിച്ചൊന്ന് ഓർത്താ മതി. ഒരു വേനൽ മഴയുടെ സുഖ. ആ മഴ പെയ്ക്കാനാണെങ്കിൽ ഇനി സാറെ കുറിച്ച് ഓർത്താ പോരെ? ആ സത്യം, ഫോൺ അടിക്കുന്നു. ഹലോ, ആര് പറഞ്ഞു? ആണോ? അയ്യോ, ചതി പറ്റില്ല രാജീവേ. ഈശ്വര, സാറ കാല് മാറിയോ? നീ പറഞ്ഞ സത്യം തന്നെയാണോ? മുങ്ങുന്നതാണ് ബുദ്ധി. സാറയുടെ കാര്യം ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കൊടുത്തതായിരിക്കോ? ഇതിനാന്നോടാ നീ വീണ്ടും എന്നെ മുന്നിലേക്ക് വന്നത്? മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയി. വല്ലാത്ത ചതിയായിപ്പോ നീ എന്നോട് ചെയ്തത്. എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചതാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെ കഴിഞ്ഞില്ലേ? അവൻ പോയില്ലേ? ആര്? എന്താ കാര്യം? എടാ, സുബ്രഹ്മണ്യൻ ലീവിന് നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ച് വയനാട്ടിലേക്ക് പോയെന്ന്. അല്ല, നീ എന്നാ ഉദ്ദേശിച്ചത്? അത് തന്നെ, സുബ്രഹ്മണ്യന്റെ കാര്യം. തിരിച്ച് വയനാട്ടിലേക്ക് പോയില്ലേ? അത് ശരി. അപ്പൊ നീ എല്ലാം അറിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ അധോലോകക്കാർക്ക് അപ്പോഴുള്ള കാര്യങ്ങൾ അപ്പൊ അറിയാൻ കഴിയും. എടാ, അറിഞ്ഞാ മാത്രം പോരടാ, കൊല്ലണമായിരുന്നു അവനെ. എടാ, സുബ്രഹ്മണ്യനെ കൊന്ന് ഒഴിവാക്കി തരാമെന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തത് നീയല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നാണ് എന്റെ ചോദ്യം. പറയടാ, എടാ, മറുപടി പറയടാ. ദാനെ ദാനെ മേം ലിഖാ ഹൈ ഖാനെ വാലെ ഖാ നാം. എന്നുവെച്ചാ സുബ്രഹ്മണ്യനെ എപ്പോ കൊല്ലണം, ആര് കൊല്ലണമെന്ന് അവന്റെ തലയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ആ ഒരാളുടെ പേരാണ് കാരക്കാമുറി ഷൺമുഖൻ. പിന്നെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? അതാ എന്റെ ചോദ്യം.
ഏതു നിമിഷം വേണമെങ്കിലും എനിക്ക് സുബ്രഹ്മണ്യനെ കൊല്ലാമായിരുന്നു. ഞാൻ മനഃപൂർവ്വം അത് ചെയ്യാത്തതാ. എടാ, മര്യാദയ്ക്ക് അഡ്വാൻസ് തിരിച്ചു തന്ന് കൊട്ടേഷൻ ഒഴിഞ്ഞേക്കണം. ബുദ്ധിപൂർവ്വം ആലോചിക്കുക വക്കച്ച. ഈ സമയത്ത് സുബ്രഹ്മണ്യം കൊല്ലപ്പെട്ടാൽ ലില്ലിക്കുട്ടിയുടെ പഴയ കാമുകൻ എന്ന നിലയിൽ വക്കച്ച നിരീക്ഷണത്തിലായിരിക്കും. അങ്ങനെ വരും. ചിലപ്പോ അതോടുകൂടി സാറ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നിരിക്കും. അങ്ങനെ ചെയ്യൂ? ചെയ്യും. അതോടെ പൂർവാധികം ഭംഗിയായി ഒരിക്കൽ കൂടി വക്കച്ചൻ നാട്ടുകാരുടെ മുന്നിൽ കോമാളിയാകും. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാകരുത്. അതിനുവേണ്ടി മാത്രമാണ് സുബ്രഹ്മണ്യന്റെ കൊലപാതകം ഞാൻ നടത്താതിരുന്നത്. ആണോ? എല്ലാം നിനക്ക് വേണ്ടിയാ. ആദ്യം നിന്റെയും സാറയുടെയും കല്യാണം നടക്കണം. അതെനിക്ക് കാണണം. അതിനുശേഷം സുബ്രഹ്മണ്യന്റെ കൊലപാതകം. കൊന്നിരിക്കും. ഒരു തടസ്സവും കൂടാതെ നിന്റെ കെട്ടുകല്യാണം നടക്കണം. അതിന്റെ മോഹമാടാ. റബ്ബറൊക്കെ വെട്ടാറായി വല്ലാണ്ട് നിൽക്കുന്നല്ലോടാ ഇതൊക്കെ. അല്ല, ആള് 2 ദിവസം വരുന്നുണ്ട്. ആ, എന്റെ മണ്ണിന്റെ വളക്കൂറൊന്നും അപ്പുറത്തില്ല അല്ലേടാ സേവിച്ച? സംശയമുണ്ടോ അമ്മച്ചി? ഇവിടുന്ന് ഒരു 100 മീറ്റർ കഴിഞ്ഞാലേ താഴ്ചപ്പാടം നികത്തിയ ഭൂമിയല്ലേ. ആരോ പറ്റിച്ച് വാങ്ങിപ്പിച്ചതാ. പിന്നെ എന്നാത്തിനാ അച്ചാരം കൊടുത്ത് വാങ്ങിക്കാൻ ഓടി നടന്നത്? അയ്യോ, അത് ഈ ഭൂമിയുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല, നിന്നെ ഈ നാട്ടിലെ കാല് കുത്തിക്കാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. നിന്റെ മോഹം ഒന്നും നടക്കത്തില്ല മറിയേ. ഞാൻ ഈ ഇടവകയിൽ സ്ഥിരതാമസമാക്കി. എന്റെ മോളുടെ കല്യാണം നടക്കാൻ പോവുക. കോടീശ്വരനാ ചെറുക്കൻ. ആ, നിനക്കറിയാലോ ചെറുക്കനെ, ഇട്ടിക്കോരയുടെ മകൻ വക്കച്ചൻ. ഓ, അതാണ് വലിയ കാര്യം. എന്റെ മോടെ പുറകെ കണ്ണേ പൊന്നെന്നും പറഞ്ഞ് നടന്നവനാവൻ അല്ലേടാ സേവിച്ച? പിന്നല്ലാതെ. അവക്ക് വേണ്ടെന്ന് വെച്ചു, നിന്റെ മോക്ക് കിട്ടി. അല്ലെങ്കിലും ഞങ്ങള് വേണ്ടെന്ന് വെക്കുന്നത് ഏറ്റെടുക്കാനാ നിന്റെ വിധി അല്ലടാ? അതെ, അങ്ങനെ കുഞ്ഞമ്മച്ചിനെ കൊച്ചാക്കണ്ട. സാറക്കൊച്ചിന്റെ കല്യാണം ഞങ്ങള് മേളമായിട്ടങ്ങനെ നടത്തും. എന്തിയേ? അല്ലാതെ നിന്റെ മോളെ പോലെ അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങി പോകത്തില്ല എന്റെ മോള്. കുടുംബത്തിൽ പറഞ്ഞ ഗുണം എന്റെ മക്കള് കാണിക്കും. വാടാ. അതെ, വന്ന്. തോൽപ്പിച്ചെന്ന് പറ സേവിച്ച. എവിടെയെങ്കിലും നിന്റെ അമ്മച്ചി തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യത്തിലാ. തോൽപ്പിച്ചത് എന്റെ മോള. എവിടെ എത്തി എന്നൊന്ന് വിളിച്ചു നോക്ക്. റേഞ്ച് പോയി. അവരിപ്പോ എങ്ങെത്തും? കാണുന്നില്ലല്ലോ. ഇവനെ കൊണ്ട് വലിയ ശല്യായാലോ. ആ, ദേ വരുന്നു. ആ, പൂതക്കുളം ഇറങ്ങിക്കോ. പൂതക്കുളം ഇറങ്ങും. സാറേ. എങ്ങനെയുണ്ട് വീട്ടില്? സുഖമാണ് സാറേ. സത്യദാസേ, ഇതാണ് എന്റെ ഭാര്യ ലില്ലിക്കുട്ടി. ഇത് ശ്രീദേവി പെങ്ങളാ. ആ ലില്ലി, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാണ് സത്യദാസ്, ഓഫീസിലെ പിയോണ. പിന്നെ ഇത് ഓൾ ഇൻ ഓൾ വെട്ടുകളി, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. സാറിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കാട്ടിപ്പോലും പോവാൻ നിൽക്കുവ അവൻ. എന്തിനാ കാട്ടി പോന്നേ? തേനെടുക്കാൻ. തേൻ കിട്ടുവോ? പിന്നെന്താ,
തേൻ പോയി എടുത്തോണ്ട് വരാം. ഇന്ന് തന്നെ വരാം. ആ ആ ഇനി നിൽക്കില്ല, തേനുമായിട്ട് അവൻ വരും. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ സത്യദാസ. ഞാൻ വരണോ സാറേ? ഏയ് വേണ്ട, ഞങ്ങൾ പതുക്കെ നടന്നു പോയിക്കോളാം. സഖാവ് സുരേഷിന്റെ അച്ഛൻ മരിച്ചു, അവിടെ വരെ ഒന്ന് പോണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. ആ ശരി. വാ, നിങ്ങൾ വാ, അങ്ങോട്ടാണ്. നടക്ക്. ഇപ്പൊ കൊന്നേനെ. കൊല്ലും. എന്റെ കൈ കൊണ്ട് ചാവാൻ താൻ. ഭഗവതി ചതിക്കരുത്. ചതിച്ചത് താനല്ലോ. മോളെ കട്ടിപ്പിച്ച് വരാന്ന് വിശ്വസിപ്പിച്ച് 2 ലക്ഷം രൂപ വാങ്ങിയതല്ലേ താൻ? കാശ് ഞാൻ ചോദിച്ചില്ലായിരുന്നു, ദക്ഷിണയായിട്ട് തന്നതല്ലേ. ദക്ഷിണ ഒന്നും അല്ല, തന്റെ മോളെ കണ്ട് ഇഷ്ടപ്പെട്ട് തന്ന കാശാത്. ഞാൻ എന്ത് ചെയ്യാനാ? പെങ്കൊച്ചിറങ്ങിപ്പോയി വേളി കഴിച്ചു. ജാതകത്തില് ഒരു ഇറങ്ങിപ്പോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. പെണ്ണ് പോയത് പോട്ടെ, പക്ഷെ തന്നെ എനിക്ക് വേണം. പെണ്ണിന് പകരം ഞാനോ? ഞാനെന്ത് ചെയ്യാൻ? എവിടെയാ എന്റെ കാശ്? ചെലവായി പോയി. 2 ലക്ഷം രൂപ നീ ചെലവാക്കിയോ? തിരുപ്പതിയിലും രാമേശ്വരത്തും ചില വഴിപാടുകൾ ഉണ്ടായിരുന്നു. എറണാകുളത്തപ്പന് ഒരു ഓട്ടുരുളിയും കനകമണിയും. എല്ലാം സുഭശ്യശീഘ്രമെന്നാ. നന്നായി വരും. എനിക്കിനി നന്നാവണ്ട. ഒരാഴ്ചക്കകം എന്റെ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്നെ ജീവനോട് കുഴിച്ചു മൂടും ഞാൻ. പ്രതീക്ഷ കൈവിടണ്ട. അലമേലുവിന്റെ ജാതകത്തില് 2 വേളി പറഞ്ഞു. ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു തനിക്ക്. ഭദ്രകാളിയുടെ ഉപാസകനെ നീ തല്ലിയത് ലക്ഷണം നല്ലതല്ല. ഒരാഴ്ചക്കകം പണം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. Oh my God! You cheated me! തന്താനാനെ 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 തന്താനാനെ. ഇങ്ങോട്ട് നോക്കി. സുബ്ര ഈ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പേടിയായിരുന്നു മനസ്സിൽ. നോക്ക്, എന്ത് രസമുള്ള സ്ഥലമാ. രസമൊക്കെ പതുക്കെ അങ്ങോട്ട് മാറിക്കോളൂ. ഇനി ഇവിടുന്ന് അടുത്ത് തന്നെയാണോ സുബ്രേട്ട കമലാക്ഷമ്മയുടെ വീട്? ആ, അടുത്ത് തന്നെയാ, കുറച്ചേ ഉള്ളൂ. അയ്യോ, അടുത്തൊന്നും വേണ്ട. എനിക്കിങ്ങനെ നടന്നങ്ങ് പോണം. അയ്യോ, അടുത്തായി പോലെ ലില്ലി. ഇനി ഒരു 5 കിലോമീറ്റർ അങ്ങ് നടന്നാ മതി. ഭഗവാനെ, 5 കിലോമീറ്ററോ? ഞാനില്ല. ഇങ്ങോട്ട് പോടി. വണ്ടി വരണം, അങ്ങോട്ട് മാറ്. അതങ്ങോട്ട് പോയിട്ട് പോവാം. എന്തിനു നടുക്കൂടെ പോണത്? ഇതിലൂടെ പോയി വെള്ളമാണെന്ന് ചാടി നോക്കിപ്പോ. വെള്ളമാണ് ലില്ലി. വീഴത്തില്ല. നോക്കിപ്പോ, നിക്കവിടെ. ബാഗ് കറക്കി കറക്കി താഴോട്ട് വലിച്ചെറിയരുത്. ഞാൻ പിടിക്കാം. എനിക്കുണ്ടല്ലോ കൂവാൻ തോന്നുവാ. ആ, കൂവിക്കൂ കൂവിക്കൂ. കൂട്ടിന് കാട്ടിന്ന് കുറുക്കന്മാര് കൂടെ വരും. സുബ്രു, ദേ ഈ വെള്ളച്ചാട്ടം നോക്കി എന്ത് രസമാണെന്ന്. ഓ, എനിക്കങ്ങ് സഹിക്കാൻ വയ്യ. എന്നാ അടുത്ത് ചാടിക്കൂ. എനിക്ക് ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണം. എന്റെ ലില്ലി, അതൊക്കെ അപകടം. ലില്ലി പോണ്ട, അവിടെ നിൽക്കും. എങ്ങോട്ടേ പോണേ? ഇങ്ങോട്ട് വരാൻ. വെറുതെ അങ്ങോട്ടൊന്നും പോവണ്ട. ഞാൻ കുടിച്ചിട്ടേ വരുന്നുള്ളൂ. നടക്ക്. വരാനാ പറഞ്ഞ. ലില്ലി, അവിടെ. ലില്ലി, അപകടം പറഞ്ഞില്ലേ? ഇങ്ങോട്ട് പോണ്ട. ഇത് പിടിച്ച്. പെണ്ണ ലില്ലി, വേണ്ടെന്നാ പറഞ്ഞേ. ഇങ്ങോട്ട് വാ. എന്നും അവിടെ സൂക്ഷിച്ചു. പതുക്കെ ഇറങ്ങാം. തമാശ വേണ്ടോ. സൂക്ഷിച്ചു നടക്കും. കൈ പിടിച്ചോണം. ലില്ലി, വലിക്കില്ലേ?
അതിന് ലൂസാ, ഒന്ന് പിടിച്ചോണ്ട് വാ. ലൂസ് നിനക്കടി. മതി, വാ, കേറ്. മതി. ഒന്ന് കേറി വരുന്നുണ്ടോ? പതുക്കെ, സൂക്ഷിച്ച്. അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതന്നെ. നിനക്കും കൂടെ ഇറങ്ങിക്കൂടായിരുന്നോ? ആ, ഞാൻ ഇറങ്ങാത്തതിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ. അവിടെ ഇരിക്കും. അയ്യോ, ഇരിക്കവിടെ. എന്റെ പൊന്നേ, എന്റെ ജീവൻ കളഞ്ഞു. സുബ്രു തണുക്കുന്നു. ഏട്ടാ, തോർത്തെടുക്ക. ഏയ്, അവിടെ ഇരിക്ക്. എടുത്തവിടെ ഇരിക്കും. ആ, തോർത്ത്. നല്ലോണം തോർത്ത്. വല്ല പനിയും പിടിക്കും. എന്ത് രസാ ഇവിടെ. മതി മതി, രസമൊക്കെ മതി. വന്നേ പോവാം. നല്ല ഐസ് പോലുള്ള വെള്ളമാ. പനി പിടിച്ച് കിടന്നാലേ ഞാൻ തന്നെ നോക്കേണ്ടി വരും. നോക്കണം. മതി സുബ്രു. ആ, ഈ വയനാട് ഞാൻ അടിച്ച് പൊളിച്ചിട്ട് വരത്തുള്ളൂ.